അമ്പൂട്ടന്റെ വക കേട്ടോ. ഹലോ, ഞങ്ങളിപ്പോ എപ്പോഴും കമന്ന് വീണ് നീന്തക്കുക, മുമ്പോട്ടല്ല കേട്ടോ, പുറകോട്ട്, അതും കുഴിയാനേ. അടുത്ത ഇനി അവനൊന്ന് എഴുന്നേറ്റിരിക്കുന്ന കാണാൻ കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം. എന്നും രാവിലെ ഉണരുന്ന അവന്റെ ഈ കളിയും ചിരിയും കണ്ടോട്ടോ, അന്നത്തെ ദിവസത്തെ ബൂസ്റ്റിന് എല്ലാം അത് മതി. ഇനി അമ്പൂട്ട അവിടെ കിടന്ന് കളിക്കട്ടെ. നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ഒരു ഇച്ചിരി ക്ലീനിങ് പരിപാടി ഉണ്ട്. എന്റെ വോയിസ് വീഡിയോയിൽ കേൾക്കുമ്പോഴേ അറിയായിരിക്കുമല്ലോ ഇത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആയിരിക്കും എന്ന്. എന്നാൽ ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്യല്ലേ, ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ അല്ല, ഞാൻ ചെയ്ത എല്ലാ പ്രോഡക്ട്സുകൾക്കും ഒരു പ്രൊമോഷനാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പൊ എന്റെ ചേച്ചിയുടെ മോള് തമ്പുരും ഉണ്ട് കേട്ടോ. ഈ ക്ലീനിങ് പരിപാടി ഇടയ്ക്ക് ഏട്ടം വന്ന് ശല്യം ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണല്ലോ, അതിലൊരു പുതുമയില്ല. എന്നാലും ഞാൻ ഓടിച്ചു. ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്പൂട്ടാണെന്ന് കേട്ടോ. പിന്നെ അവനെ ഒന്ന് ഉറക്കിയപ്പോഴത്തേക്കും താണ്ട് ഉറക്കത്തിൽ എന്താ ചിരി. ഉറക്കത്തിലെ കുഞ്ഞുങ്ങൾ കരയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, ഇവർ എന്ത് സ്വപ്നമായിരിക്കും ഈ കാണുന്നത്. ഇപ്രാവശ്യം നമ്മൾ ബേബി സിറ്റർ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കൊറിയറും പൊട്ടിക്കാൻ. ഈ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു കേട്ടോ, ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്നതാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആണ് തന്നെ ഈ കിടക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാട്ടോ, ഞാൻ എല്ലാ പ്രോഡക്ട്സും എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡഡ് പ്രൊമോഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് അങ്ങനെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും. ഞാൻ മാത്രമല്ല കേട്ടോ, മിക്ക പ്രോഡക്ട്സ് ഏട്ടനും കൂടെ യൂസ് ചെയ്യുന്ന. ആ ഒരു ഗ്ലോ തന്നെ കണ്ടില്ലേ. ഇതിന്റെ അടുത്ത് എല്ലാ ദിവസവും എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കൈ കിട്ടുന്ന ഏതാണോ അത് യൂസ് ചെയ്യും. എല്ലാം ഇപ്പൊ തീരാറും. അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് വേറെ കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. ബൈ.